ഏയ്, അവിടെ നിൽക്കൂ. ആരവ് തിരിഞ്ഞു നോക്കുന്നു. നീ ആരാണ്? ഞാൻ ലിയ, മാന്ത്രിക വനത്തിന്റെ രാജകുമാരിയാണ്. ഓ, രാജകുമാരിയാണല്ലേ. ഞാൻ ആരവ്. എന്താണ് കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാര്യമുണ്ട്. എന്റെ രാജ്യത്തെ ഒരു കറുത്ത നിഴൽ ആക്രമിക്കുന്നു. ജനങ്ങൾ പരിഭ്രാന്തരാണ്. നിങ്ങളെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞത്. എന്നെ സഹായിക്കാമോ? എന്ത്? കറുത്ത നിഴലോ? ഇത് ആ നിഴലായിരിക്കുമോ? എന്റെ ദൈവമേ! നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാമോ? എന്താണത്? അത് രാജകുമാരി, അതൊരു മാന്ത്രികന്റെ ആത്മാവാണെന്നറിയാം. ഞാൻ അതിനെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ആണോ? എങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ? പ്ലീസ് എന്നെ സഹായിക്കണം ആരവ്. ശരി, ഞാൻ ശ്രമിക്കാം. ആ കറുത്ത രൂപം എൻ്റെ അടുത്ത് നിന്ന് മറഞ്ഞു പോയതാണ്. ഇനി അതിനൊരവസരം ഞാൻ കൊടുക്കില്ല. അതിനെ ഏത് വിധേനയും ഞാൻ ഇല്ലാതാക്കും. വളരെ നന്ദിയുണ്ട് ആരവ്. ആരവ് അവളെ സഹായിക്കാൻ തീരുമാനിച്ചു. അവർ മാന്ത്രിക വനത്തിലൂടെ കറുത്ത നിഴലിന്റെ കോട്ടയിലേക്ക് പോയി. വഴിയിൽ അവർ മാന്ത്രിക ജീവികളെ കാണുന്നു. അവർ അവരെ സഹായിക്കുന്നു. എന്നിട്ട് അവർ കോട്ടയിലേക്ക് എത്തുന്നു. കോട്ടയിൽ ആ കറുത്ത നിഴലിന്റെ രാജാവുണ്ടായിരുന്നു, മോറോ. ഇതാരാണ് ആരവ്? അറിയില്ല. നിങ്ങൾ ആരാണ്? പറയൂ. ഞാൻ കിങ് മോറോ. നിങ്ങൾ എന്താണ് ഇവിടെ? ഓ, കിങ് മോറോ. അല്ല, ആ കറുത്ത രൂപം എന്താ? അവൻ എന്റെ ഏറ്റവും ശക്തനായ സേനാധിപതിയാണ്. നിങ്ങൾ എന്റെ രാജ്യം നശിപ്പിക്കാൻ വന്നതാണോ, അതോ നിങ്ങൾ ഭരിക്കാൻ വന്നതാണോ? നിങ്ങൾ എന്താണ് പറയുന്നത്? മരിക്കാൻ വന്നതാണെന്നോ? എന്തൊക്കെയാണ് പറയുന്നത്? രാജകുമാരി, ശാന്തിയാൽ. കിങ് മോറോ, ഞാൻ നിന്നെ ആദ്യം നശിപ്പിക്കും. നീ നോക്കിക്കോ, ഈ കോട്ട തന്നെ ഞാൻ തകർക്കും. ഞാനൊരു മാന്ത്രികനല്ല, എന്നാൽ മറ്റൊരാളുടെ മാന്ത്രിക ശക്തി എനിക്ക് നിയന്ത്രിക്കാനും അത് ഉപയോഗിക്കാനും കഴിയും. നിങ്ങൾക്ക് എന്നെ നശിപ്പിക്കണമെങ്കിൽ നീ എന്നെ തോൽപ്പിക്കണം. പറ്റുമോ? ആരവ് ആ വെല്ലുവിളി സ്വീകരിച്ചു. അവർക്കിടയിൽ ഒരു മാന്ത്രിക യുദ്ധം നടന്നു. അങ്ങനെ മോറോയെ ആരവ് പരാജയപ്പെടുത്തി. ആ കറുത്ത നിഴലും അതിനോടൊപ്പം നശിച്ചു. ആരവ്, നീ ഒരു യഥാർത്ഥ മാന്ത്രിക യോദ്ധാവാണ്. നീയാണ് ഇനി മുതൽ എന്റെ രാജ്യത്തിന്റെ സംരക്ഷകൻ. അങ്ങനെ ലിയ രാജകുമാരിയുടെ രാജ്യത്തിന്റെ സംരക്ഷകനായി ആരവ് മാറി. അവർ ഒരുമിച്ച് മാന്ത്രിക വനം സംരക്ഷിച്ചു. അതിനിടയിൽ ഇരുവർക്കിടയിലും ഒരു നല്ല സൗഹൃദമുണ്ടായി. ആരവ്, എന്റെ രാജ്യത്തെ ഗ്രന്ഥശാലയിൽ ഒരു മാന്ത്രിക ഗ്രന്ഥമുണ്ടോ എന്ന് നീ കണ്ടെത്തണം. എന്താണ് കാര്യം ലിയ രാജകുമാരി? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? കാര്യം പറയൂ. അത് ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ എന്റെ കൊട്ടാരത്തിലെ ഗ്രന്ഥശാലയിൽ ഒരു മാന്ത്രിക ഗ്രന്ഥം ഇരിക്കുന്നത് കണ്ടു. അതൊരു സ്വപ്നമല്ലേ രാജകുമാരി? ആ ഗ്രന്ഥത്തിൽ എന്താണ് അതിനെ മാത്രം കണ്ടത്? കാര്യമുണ്ട് ആരവ്. എന്ത് കാര്യമാണ്? അതിൽ രണ്ടാമത്തെ കറുത്ത നിഴൽരൂപം എന്നെഴുതിയിരുന്നു. അതാണ് എന്റെ പേടി. എന്ത്? കറുത്ത നിഴൽരൂപമെന്നോ? അതെ, അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ആരവ് ഗ്രന്ഥശാലയിൽ പോയി അങ്ങനെ ഒരു ബുക്ക് അന്വേഷിച്ചു, ദ മാജിക്കൽ ബുക്ക്. എന്നാൽ അത് ഗ്രന്ഥശാലയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു തിളക്കം ആരവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ ആ തിളക്കത്തിന്റെ പിന്നാലെ പോയി. മാന്ത്രിക വനത്തിന്റെ ആഴത്തിൽ ഒരു മാന്ത്രിക മരത്തിന്റെ അടുത്ത് നിന്ന് ആ ഗ്രന്ഥം ലഭിച്ചു. ഇതാണ് ആ മാന്ത്രിക ബുക്ക്. എന്നാ രാജകുമാരി പറഞ്ഞത് ഗ്രന്ഥശാലയിൽ ഉണ്ടെന്നല്ലേ? പിന്നെങ്ങനെ ഇതിവിടെ വന്നത്? ഇവിടെ നഷ്ടപ്പെട്ടതാണോ? അവൻ അതെടുത്ത് തുറന്നു നോക്കുന്നു. അതിൽ കണ്ട കാഴ്ച കണ്ട് ആരവ് ഞെട്ടുന്നു.
കാരണം അതിൽ രണ്ടാമത്തെ കറുത്ത നിഴൽ എന്നെഴുതിയിരുന്നു, കൂടെ ലാറ്റിക്സ് എന്നും. എന്ത് കറുത്ത നിഴൽ രൂപമോ? അത് നശിച്ചില്ലേ? പിന്നെ ഇതെന്താ ലാറ്റിസ്? അവനത് തുറന്നു വായിക്കുന്നു. ആരവ് ലാറ്റിസിനെ തടയാൻ തീരുമാനിച്ചു. അവൻ രാജകുമാരി ലിയയുടെ അടുത്തേക്ക് വരുന്നു. അവളോട് കാര്യങ്ങളെല്ലാം പറയുകയും മാന്ത്രിക പുസ്തകം കാണിക്കുകയും ചെയ്തു. ലാറ്റിസിനെ തടയാൻ ഒരു കവചം വേണമെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അത് എവിടെയാണ് ഉണ്ടാവുക? അറിയാമോ രാജകുമാരി? അത് സൂര്യഗിരിയിൽ ഉണ്ടാകും. അതെവിടെയാണ്? ഉറപ്പാണോ രാജകുമാരി സൂര്യഗിരിയിൽ ആ കവചം ഉണ്ടാകുമെന്ന്? ഉണ്ടാകും. അതിനെപ്പറ്റി ഞാൻ എൻ്റെ രാജ്യത്തിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആരവ് സൂര്യഗിരി തേടി പോകുന്നു. വഴിയിൽ വെച്ച് പണ്ട് തന്നെ സഹായിച്ച മാന്ത്രിക ജീവികളെ കാണുന്നു. അങ്ങനെ അവ അവനെ സഹായിക്കുന്നു. ആരവ് സൂര്യഗിരിയിൽ എത്തിച്ചേരുന്നു.